ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് അല്ലെങ്കിലൊക്കെ വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ഡെസേർട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്തൊരു 1/2 കപ്പ് സേമിയ, 1/2 കപ്പ് ഒരുപാട് നിറച്ചെടുക്കണ്ട, 1/2 കപ്പ് സേമിയ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ട് കളറ് മാറുന്ന സമയത്ത് ഒരു പാനിലേക്ക് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 600 ml പാലാണ് ഉണ്ടാവുക. ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നങ്ങ് ചൂടായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിക്കോട്ടെ. പാല് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. സേമിയ വറുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും. അത്യാവശ്യം വെന്ത് വന്നതിന് ശേഷം നമുക്ക് മധുരമൊക്കെ ചേർത്താൽ മതിയേ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് സേമിയൊക്കെ അത്യാവശ്യം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ അതിന് പകരം കുറച്ചുകൂടെ പഞ്ചസാര ആയാലും മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പിച്ചിട്ടല്ല കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു തുള്ളി മധുരം മുൻപിൽ നിന്നാലേ തണുത്ത് കഴിക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് മധുരം കിട്ടുള്ളൂ. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ നന്നായിട്ടൊന്നങ്ങ് കുറച്ച് വെക്കുക. നമ്മൾ കസ്റ്റാർഡ് പൊടി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല തണുത്തിരിക്കുന്ന ഒരു 5 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അതിലേക്ക് ഒഴിച്ചാൽ കറക്റ്റായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഈ ഒരു കസ്റ്റാർഡ് മിൽക്കിൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു സേമിയ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ കൂട്ടി വെക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്താൽ മതി. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിച്ച് കുറുകി പോകും. വെന്തിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോഴേക്കും അത്യാവശ്യമൊക്കെ ഒന്ന് കുറുക്കി തുടങ്ങും കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു മിനിറ്റോടെയൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് കട്ടിയായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 3-4 ബദാം ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്തയും ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബദാമും പിസ്ത ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാഷ്യൂ ഉണ്ടെങ്കിൽ ചെറുതായി മുറിച്ചിട്ടാലും മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് നെയ്യിൽ വറുത്തിടുന്നൊന്നുമില്ല, തണുപ്പിച്ച് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം, മധുരം ഇടുന്നതല്ല, അതുകൊണ്ട് മാത്രം. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ചൊരു പിസ്റ്റയുടെ മിക്സ് എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമല്ല, നല്ലൊരു ടേസ്റ്റും ചെറിയ കളർ വ്യത്യാസം ഒരുപാട് വേണ്ട കേട്ടോ. കാരണം നല്ല പച്ച കളറാകാൻ വേണ്ടിയിട്ട് എസൻസ് തന്നെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കഴിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായി പോകും. ഒരു ലൈറ്റ് ഫ്ലേവർ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം കൊടുത്താൽ മതി. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാധാ പ്ലെയിൻ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഒരുപാട് സമയത്ത് കുറുക്കിയെടുക്കേണ്ട. കാരണം ഇനി നമ്മൾ തണുപ്പിച്ചൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞല്ലേ കഴിക്കുന്നത്. അപ്പോഴേക്കും ഇതൊന്നുകൂടെ കുറുകും, കാരണം കസ്റ്റാർഡ് പൗഡർ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. പുറത്ത് വെച്ച് അത്യാവശ്യം ഒന്ന് ചൂടാറുന്ന സമയത്ത് ഇതിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഈ ഒരു ചെറിയ ചൂടിൽ ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ഡെസേർട്ട് പോലെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് തണുത്ത് വന്നോട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കാരണം കുറച്ചൊരു കട്ടി കൂടിയിട്ടായിരിക്കും ഇവിടെ എടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ഇത്തിരി കൂടെ ലൂസാവും. ഇനി ഇൻ കേസ് ഇത് കുറച്ച് കൂടുതൽ കട്ടിയാണ്, ഇത്രയ്ക്ക് കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല തണുത്തിരിക്കുന്ന പാലുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയാൽ ഒരു കറക്റ്റ്. പിന്നെ ഒരുപാട് പായസം പോലെ ലൂസാവേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടി തന്നെയാണ് വേണ്ടതും. അപ്പം ഇതൊരു സൈഡിലേക്ക് വെക്കാം. അടുത്തതിനൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം, ഏതാണ് നല്ല പഴുത്തിരിക്കുന്ന കുറച്ച് പഴം ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ, എല്ലാം നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അനാർ എടുത്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അടുത്തതിന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ഫ്രൂട്ട്സിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ സ്റ്റേജ് നമ്മൾ കുറേ മുൻപ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേമിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഇടുന്നതിന് തൊട്ട് മുൻപ് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇനിയപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഗ്ലാസ്സിലേക്കാണെങ്കിൽ ഇതുപോലെ അടിഭാഗത്തൊരു ഇത്തിരി ഇട്ട് കൊടുക്കുക. ചെറിയ ബൗളിലാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അവിടെ ഇവിടെയൊക്കെ കടിക്കുമ്പോൾ. പിന്നെ നട്ട്സ് കാര്യമായിട്ട് ഇടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി സേമിയ റെഡിയാക്കിയപ്പോൾ അതിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തണുപ്പിച്ച് റെഡിയാക്കിയിട്ടുള്ള കസ്റ്റാർഡ് സേമിയ ഇതിലേക്ക് കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആദ്യമേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ അത്യാവശ്യം വലിയ 2 ഗ്ലാസ്സിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിലാണ് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത്, എല്ലാം എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സേമിയ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ, അപ്പോൾ വേണമെങ്കിൽ പിന്നീട് എടുത്താൽ മതി. മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പഴം ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ഏകദേശം ഇതുപോലൊരു വരുന്ന റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഗുലാബ് ജാമുനൊക്കെ വെച്ചിട്ടുള്ള. അത് നല്ല ടേസ്റ്റാണ്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അങ്ങനെ കോരി കഴിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ, കാരണം ആ ഒരു ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത്. അപ്പം ഇതുവരെ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാം. ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്